ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 11-ാം അധ്യായം 1 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. മരണത്തിന് മുകളിൽ ജീവൻ്റെ ജയം. ബഥാനിയായിലെ ലാസറിൻ്റെ മരണവും 4 ദിവസത്തിന് ശേഷം യേശുവിനെ ഉയർപ്പിക്കുന്നതുമാണ് ഈ ഭാഗത്തെ പ്രമേയം. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ ഇത് അവിടുത്തെ ദൈവിക അധികാരത്തെയും മരണത്തിന് മേലുള്ള വിജയത്തെയും വെളിപ്പെടുത്തുന്നു. ലാസർ രോഗിയാണെന്ന വാർത്ത അറിഞ്ഞിട്ടും യേശു ഉടൻ തന്നെ ബഥാനിയായിലേക്ക് പോയില്ല. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ദൈവമഹത്വത്തിനും അതിലൂടെ ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് എന്നവൻ പറഞ്ഞു. യേശു വൈകി വന്നത് മാർത്തായെയും മറിയത്തെയും വേദനിപ്പിച്ചെങ്കിലും അത് വലിയൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ വൈകുമ്പോൾ നാം നിരാശരാകരുത്. നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയമാണ് ഏറ്റവും അനുയോജ്യം. അവിടുത്തെ സ്നേഹം ചിലപ്പോൾ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മാർത്തായോട് യേശു പറഞ്ഞു, ഞാനാണ് ഉയർപ്പും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലാസറിനെ ഉയർപ്പിക്കുന്നത് വഴി യേശു ഈ വാക്കുകൾക്ക് ജീവൻ നൽകി. മരണം അവസാന വാക്കല്ലെന്നും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്നും അവിടുന്ന് വെളിപ്പെടുത്തി. മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ ക്രിസ്ത്യാനി പ്രത്യാശ കൈവിടരുത്. ക്രിസ്തുവിലുള്ള വിശ്വാസം മരണത്തെ ഭയമില്ലാതെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. മറിയവും മറ്റുള്ളവരും കരയുന്നത് കണ്ടപ്പോൾ യേശു കണ്ണീർ വാർത്തു. സുവിശേഷത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഈ വാചകം യേശുവിൻ്റെ മനുഷ്യത്വത്തെയും നമ്മുടെ വേദനകളിൽ പങ്കുചേരുന്ന അവിടുത്തെ കാരുണ്യത്തെയും വെളിപ്പെടുത്തുന്നു. അവൻ കേവലം ഒരു അത്ഭുത പ്രവർത്തകനല്ല, മറിച്ച് നമ്മുടെ സങ്കടങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന സ്നേഹനിധിയായ ദൈവമാണ്. നമ്മുടെ വേദനകളിലും സങ്കടങ്ങളിലും യേശു കൂടെയുണ്ട്. നമ്മുടെ കണ്ണീർ അവിടുത്തെ സ്പർശിക്കുന്നു. അവിടുത്തെ മുൻപിൽ നമ്മുടെ ഹൃദയം തുറക്കാൻ നാം മടിക്കരുത്. യേശുവിൻ്റെ അധികാരമുള്ള വാക്കിൽ 4 ദിവസമായി കല്ലറയിൽ കിടന്ന ലാസർ ജീവനോടെ പുറത്തു വന്നു. മരണത്തിൻ്റെ ബന്ധനങ്ങൾ അഴിച്ചുകൊണ്ട് അവൻ പുതിയ ജീവനിലേക്ക് പ്രവേശിച്ചു. ദൈവത്തിൻ്റെ വചനത്തിന് ജീവൻ നൽകാനുള്ള അധികാരമുണ്ട്. പാപത്തിൻ്റെ മരണത്തിൽ കിടക്കുന്ന നമ്മെ പുതിയ ജീവനിലേക്ക് വിളിക്കാൻ ക്രിസ്തുവിന് സാധിക്കും. ബന്ധനങ്ങൾ അഴിച്ച് അവനെ പോകാൻ അനുവദിക്കുവിൻ എന്ന യേശുവിൻ്റെ വാക്ക് പാപമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്ദേശമാണ്. ലാസറിനെ ഉയർപ്പിച്ചത് കണ്ട പല യഹൂദരും യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർക്ക് മുൻവിധികളുണ്ടായിരുന്നു. സത്യത്തെ നേരിട്ട് കണ്ടിട്ടും അത് സ്വീകരിക്കാൻ കഴിയാത്ത അന്ധത അവരെ ബാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം ലാസറിനെ പോലെയാണോ? പാപത്തിൻ്റെ കല്ലറയിൽ കിടക്കുന്ന നമ്മെ യേശു പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ വിളി കേൾക്കാനും ബന്ധനങ്ങൾ അഴിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് നടക്കാനും നാം തയ്യാറാകുന്നുണ്ടോ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ലാസറിനെ ഉയർപ്പിച്ച അങ്ങയുടെ ദൈവിക അധികാരം ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ പാപങ്ങളുടെ കല്ലറയിൽ കിടക്കുമ്പോൾ പുറത്തു വരിക എന്ന അങ്ങയുടെ വചനം കേൾക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.